ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയും മുത്തശ്ശിയും പ്രതാപനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. മോഹിനി പറയാണ്, നിങ്ങളുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. നിലമോളെ കാണാനില്ല. ജനിച്ചു കുറച്ചു നാളായ കുഞ്ഞിനെ എവിടെ കാണാനാണ്? മുട്ടിലേഴയുന്ന കുഞ്ഞാണ്, പിന്നെ എവിടെ കാണാനാണ്? അതിനെ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും നിങ്ങൾ ഏർപ്പാടാക്കിയോ? ഇത് കേട്ട മുത്തശ്ശി, നീ എന്താണ് ഈ പറയുന്നത്? നിലമോളെ കാണാനില്ലെന്നോ? ആ കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങളാണ് ഇതിനു പിറകിലെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചവരെല്ലാം തന്നെ നിങ്ങളെ പിന്നെ നല്ല രീതിക്ക് തന്നെ കണ്ടോളും. ഇത് കേട്ട പ്രതാപനും മുത്തശ്ശിയും പറയാണ്, നീ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത്? ആർക്കെന്ത് സംഭവിച്ചാലും നീ എന്തിനാണ് ഞങ്ങളെ സംശയിക്കുന്നത്? ആ കുഞ്ഞിനെ കാണാത്തത് നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്തു വന്ന് ദേഷ്യപ്പെടുന്നത്? മുത്തശ്ശി തുടർന്ന് പറയാണ്, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളോട് തന്നെ പോയി പറയണം. അവളുടെ കൂട്ടുകാരനും കൂടെയല്ലേ ആ കുഞ്ഞിനെ നോക്കിയത്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അവരോട് പോയി പറയണം. ഇത് കേട്ട മോഹിനി പറയാണ്, നിങ്ങളെല്ലാവരും കൂടി കരുണ അവളുടെ ഭാഗത്താണെന്ന് വെറുതെ എന്നെ പറഞ്ഞു വരുത്തി തീർക്കുകയാണ്. കണ്ണനും മഹാലക്ഷ്മിക്കും എന്തോ ആപത്ത് വരാനുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പ്രതാപേട്ട, നിങ്ങളാണ് ഇതിന്റെ പിറകിലെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും ജയിലിലോട്ട് പോകേണ്ട അവസ്ഥ വരില്ല. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ തന്നെ നിങ്ങളെ ഇല്ലാതാക്കിക്കോളും. ഇത് കേട്ട മുത്തശ്ശി മോഹിനി പോയ ശേഷം പറയാണ്, എടാ, ആ മാർക്കോയുടെ കാര്യമാണോ പറഞ്ഞത്? പ്രതാപൻ, ആ മാർക്കോയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവൻ ഇനി എന്നെ തല്ലിക്കൊല്ലുമായിരിക്കും. എന്നാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ മോളോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് മാത്രം മതി. മാർക്കോ, അനന്തു, ഗുണ്ട എന്നിവർ തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. മാർക്കോ ഗുണ്ടയെ തല്ലിക്കൊണ്ട് പറയാണ്, എടാ, നിന്റെ രൂപസാദൃശ്യം കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ലെന്നാണ് നീ വിചാരിച്ചത്. ഈ ഭൂമിയിലുള്ള ഏത് ഗുണ്ടയെ കണ്ടാലും എനിക്കറിയാമെടാ. നീ എന്താടാ കുഞ്ഞിനെ ചെയ്തത്? ഇതിന്റെ പിറകിൽ ആരാണെന്നുള്ള സത്യവും നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇത് കേട്ട ഗുണ്ട ഒട്ടുപാലി പറയാണ്, കുഞ്ഞിനെ ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്താണ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. സാറേ, അവിടെ തെരുവ് നായ്ക്കളെല്ലാം ഒരുപാടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇത് കേട്ട അനന്തു പേടിയോടെ പറയാണ്, ഇനി എന്ത് ചെയ്യാൻ മാർക്കോ? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നാണ് എനിക്ക് പേടി. ഇത് കേട്ട മാർക്കോ, എന്താണെങ്കിലും ആ കുഞ്ഞ് ദൈവാധീനമുള്ള ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് എത്ര നായ്ക്കൾ വന്നാലും ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല സാറേ. സാർ അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കേട്ട അനന്തു പറയാണ്, മാർക്കോയ്ക്കുള്ള വിശ്വാസം പോലും എനിക്കില്ല. അടുത്ത രംഗത്തിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തെ സംഭാഷണമാണ് കാണിക്കുന്നത്. അനന്തു പറയാണ്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ മാർക്കോ? ഇത് കേട്ട മാർക്കോ, ഇവിടെ തെരുവ് നായ്ക്കളെല്ലാം വരുന്ന സ്ഥലമാണ് സാറേ. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി പേടി. ഇത് കേട്ട അനന്തു, നീ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. സാറേ, ഇതൊക്കെ നടക്കുന്ന കാര്യമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും നീ അങ്ങനെ പറയരുത്. എൻ്റെ തല വെട്ടിപ്പൊളിയുകയാണ്. ഇനി ഞാൻ എൻ്റെ കണ്ണനോട് എന്താണ് പറയേണ്ടത്? എൻ്റെ കുഞ്ഞിനെ കാണാതെ ആയിക്കൊണ്ട് ഞാൻ എങ്ങനെ ഇനി കണ്ണൻ്റെ മുന്നിലോട്ട് ചെല്ലും? അടുത്ത രംഗത്തിൽ വീട്ടിലെ വഴക്കും സങ്കടവുമാണ് കാണിക്കുന്നത്. മഹിയും കണ്ണനും ജാനമ്മയും ലേഖയും തമ്മിലാണ്. മഹി ജാനമ്മയോട് പറയാണ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കാതിരുന്നല്ലോ ജാനമ്മേ. നിങ്ങളെ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചത്? ഇത് കേട്ട കണ്ണൻ, മഹി ചോദിച്ചത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളെ ഞാൻ ഈ പൈസയും കൊടുത്ത് ഇവിടെ നിർത്തിയത് എൻ്റെ മോളെ നല്ല രീതിക്ക് നോക്കാൻ വേണ്ടിയല്ലേ? മഹി ലേഖയോടായി പറയാണ്, നിന്നെ എന്തുകൊണ്ടാണ് ലേഖ ഞാൻ ഇങ്ങനെയെല്ലാം വഴക്ക് പറയുന്നത് എന്ന് അറിയാമോ? എൻ്റെ കുഞ്ഞിനെ നീ നല്ല രീതിക്ക് നോക്കാത്തത് കൊണ്ട് മാത്രമല്ലേ? നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയത്? കണ്ണൻ പറയാണ്, മഹി, നീ അങ്ങനെ ഒരിക്കലും പറയരുത്. ആരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ മഹി. ഇതെല്ലാം സംഭവിച്ചു പോയതല്ലേ? മഹി കരഞ്ഞുകൊണ്ട് പറയാണ്, പിന്നെ എൻ്റെ കുഞ്ഞ് എവിടെയാ കണ്ണേട്ടാ? എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തിത്താ എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.